ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ട്യൂസ്ഡേ വെനസ്ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ട്യൂസ്ഡേ രാവിലെ തന്നെ ഞങ്ങൾ ഒന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട്, കാരണം വീട്ടിലിപ്പോൾ വർക്കൊക്കെ നടന്നതുകൊണ്ട് മേടിച്ചിട്ടാലും കേടായി പോകുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത് മെയ് 4 തൊട്ട് ഇവിടെ ചെന്നൈയിൽ അഗ്നിവെയിലെന്ന് പറയും, കത്തിരി വെയിൽ, അഗ്നിവെയിൽ എന്നൊക്കെ പറയും. ഭയങ്കരമായിട്ട് ചൂടുള്ള സമയമാണ്. മെയ് മാസത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വെയിൽ കൂടുന്ന സമയമാണെന്ന് അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്ന മാർക്കറ്റാണ് ഇത്. അപ്പോൾ മാർക്കറ്റിനുള്ളിൽ തന്നെ ഒരുപാട് കടകളുണ്ടെങ്കിലും ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ വെജിറ്റബിൾസ് മേടിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ കേടാകത്തുമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുകയും ചെയ്യും. വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് വാടി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക, അല്ലെങ്കിൽ തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുക ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ ഒരു ക്ലൈമറ്റിൽ. അതുകൊണ്ട് വന്നാൽ ഉടനെ തന്നെ ഞാൻ മാക്സിമം ഫ്രിഡ്ജിലേക്ക് വെജിറ്റബിൾസ് വെക്കാനായിട്ട് നോക്കും. പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങളിങ്ങനെ കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നിമിഷം പോലും നമുക്ക് ഇങ്ങനെ ദാഹം ഉള്ളതുകൊണ്ടില്ലേ, പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കുടിക്കാതെ വരാനായിട്ട് തോന്നത്തില്ല. മാക്സിമം ഞങ്ങൾ കരിക്കാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കരിമ്പിൻ്റെ ജ്യൂസാണ് കുടിച്ചത്. രാവിലെ ലഞ്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഇനിയിപ്പോൾ പോയിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് ആഹാരം കഴിച്ചത്. സാധാരണ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിക്കാറുള്ളത്. ഇവിടുത്തെ നോൺ വെജ് മീൽസ് നല്ലതാണ് കേട്ടോ. ഹോട്ടൽ അരസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം അടുത്ത ദിവസമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബുധനാഴ്ച രാവിലെ മെയ് ഡേ ആണ്, മെയ് 1 ആണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ സിനിമ ആക്ടർ അജിത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഇന്ന് ദീന മൂവി, പഴയ മൂവിയാണ്, അജിത്തിൻ്റെ പഴയ മൂവിയാണ്, അത് റിലീസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു ഫാൻ ഷോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫാൻസ് ഷോയ്ക്ക് ഇങ്ങനെ പോകുന്നത്. ഞങ്ങളങ്ങനെ ഫാമിലിയായിട്ട് പോകാറില്ല. ഹസ്ബൻഡ് ഇങ്ങനെ പോകാറുണ്ട്, ഞങ്ങളങ്ങനെ പോകാറില്ല. ഫാമിലിയായിട്ടൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. കാരണം കൂടുതലും ബാച്ചിലേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബുക്ക് ചെയ്തത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ തന്നെ ഞാൻ ലഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വന്നിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് 6 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ് കഴിച്ചത് കേട്ടോ. പിന്നെ 9 മണിക്കുള്ള ഷോയ്ക്കാണ് പോയത്. അപ്പോൾ 8:30 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. രോഹിണി തിയേറ്റർ എന്ന് പറയും, ഇവിടെ ചെന്നൈയിൽ ഫേമസ് ആണ്. ഇവിടെയാണ് കൂടുതലും ഫാൻസ് ഷോയൊക്കെ ഉള്ള മൂവീസൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ, ഫുള്ള് ബാച്ചിലേഴ്സാണുള്ളത്. ഫാമിലി ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുന്നേക്ക്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത്, സേഫാണോ ഇല്ലയോ എന്നുള്ളതൊന്നും. പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിയേറ്ററിനുള്ളിൽ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ആമിയെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഫാൻസ് ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സിനിമ ഒന്ന് ആസ്വദിച്ച് കാണാനൊന്നും പറ്റത്തില്ല. അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിലോട്ടായിരിക്കും ശ്രദ്ധ പോകുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലത്തെ ചോറൊക്കെ തന്നെയാണ് കഴിച്ചത്. രാവിലെ വെച്ചിട്ട് പോയ ചോറും കറിയൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നീട് ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും തന്നെ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ചൂടാണ്, നിൽക്കാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടാണ്, വിയർത്തൊഴുകുകയാണ്, അത്രയ്ക്ക് ചൂടാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. പക്ഷേ ചെന്നൈയിലെ ഒരു ചൂടെന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ ചൂടൊരു വല്ലാത്തൊരു ഉഷ്ണമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കേരളത്തിലെ ചൂട് പോലെയല്ല. ഈ ഒരു മെയ് മാസം ഒന്ന് കടന്ന് കിട്ടിയെങ്കിലെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും. പിന്നെ എല്ലാ തവണയും ഞങ്ങൾ മെയ് മാസം ഇവിടുത്തെ കത്തിരി വെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ പോകാറുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഈ ഒരു കബോർഡ് വർക്കിൻ്റെ സംഭവമൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ലേറ്റായി. അതുകൊണ്ടാണ് പിന്നെ നേരത്തെ പോകാത്തത്. ശരിക്കും ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവിടുത്തെ ചൂടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇനി പോകുന്നത്.
അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കയറിയത് എന്തായാലും എനിക്കിപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കഴുകിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാനെടുത്ത് അതത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചൺ ഒന്ന് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ അധികം ഇങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ട് കയറിയിട്ടില്ല കേട്ടോ. കാരണം ചൂട് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെയാണ് നൈറ്റ് ക്ലീൻ ചെയ്യുന്നത്. കാരണം ചൂട് കൊണ്ടാണ്. അല്ലെങ്കിൽ ഡെയിലി ഇതുപോലെ നൈറ്റ് ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് കിടക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചൂടിൻ്റെ ഒരു ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയോ ചെയ്യുള്ളൂ. ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. കാരണം 2 ദിവസം മുമ്പാണല്ലോ നമ്മളിതൊക്കെ ചെയ്തത്. പിന്നെ കിച്ചണൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇത് പുതിയ ചട്ടിയിൽ മൺചട്ടിയിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. 2-3 ദിവസം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടുകയാണെങ്കിൽ അതൊന്ന് കഴുകി കളയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് പരുവായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ സ്റ്റൗവിലിരുന്ന റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അതും കൂടി പാത്രത്തിൻ്റെ പാത്രം വയ്ക്കുന്ന ആ ഒരു ബേസിനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചൂടിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ട് ഞാൻ ഒരു തണ്ണിമത്തൻ ഇരുന്നു, അതിനെ എടുത്ത് കട്ട് ചെയ്ത് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ജ്യൂസ് അല്ലെങ്കിൽ ചായ അങ്ങനെ വെള്ളം തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടിക്കാനായിട്ട് തോന്നുന്നത് അല്ലേ ഈ ചൂടിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനും മടിയാണ്, ഭക്ഷണം കഴിക്കാനും മടിയാണ്. എന്തെങ്കിലും വെള്ളമായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ചൂടായതുകൊണ്ട് നിങ്ങളും വീട്ടിലെപ്പോഴും വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ മാക്സിമം ഇതുപോലെ ഓറഞ്ച്, ഇതുപോലെ തണ്ണിമത്തൻ ഇങ്ങനത്തെ വാട്ടർ കണ്ടൻറ്റ് അധികമുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാവർക്കും എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. മേടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മുടെ വെള്ളം ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നും കുടിക്കരുത്, പെട്ടെന്ന് തന്നെ അസുഖം പിടിക്കും. പിന്നെ മെയിനായിട്ട് തല വിയർക്കുന്നൊരു പ്രശ്നം തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ കൂടുതൽ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതല്ലേ. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാനിപ്പോൾ നൈറ്റാണ് തുണികൾ ഇടുന്നത്. പകലൊന്നും ഇടാനും പറ്റില്ല. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പോൾ നൈറ്റാണ് തുണികൾ കഴുകി വിരിക്കുന്നത്. പിന്നെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഞങ്ങൾ രാവിലെ പുറത്ത് പോയിട്ട് സിനിമയ്ക്ക് പോയിട്ട് തിരിച്ച് വന്ന വഴിയിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. അപ്പോൾ ഈ മാസം കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ മാസത്തെ തന്നെ കുറച്ച് അധികം ഇരിക്കുന്നുണ്ട്. അധികം അങ്ങനെ കുക്കിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ മാസം അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെയാണ് കൂടുതലും കഴിച്ചത്. അങ്ങനെ പുറത്തുനിന്ന് സാധനമൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അത് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ അതെല്ലാം എടുത്തൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ബോക്സസിലേക്ക് നിറച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ഇതിനെ കമ്പെന്നാണ് പറയുന്നത് തമിഴിൽ. മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ കഞ്ഞി വെച്ച് ഇങ്ങനെ കുടിക്കാനുള്ളൊരു സംഭവമാണ്. കൂഴെന്ന് പറയും. കൂഴ് ഉണ്ടാക്കി കുടിക്കാനായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി വരുന്ന വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് റാഗി പൗഡറാണ് കേട്ടോ. അതൊക്കെ റാഗിയുടെ കൂഴൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ സമ്മറിന് നമ്മൾ മെയിനായിട്ട് കഴിക്കേണ്ടുന്ന ഇവിടെ തമിഴ്നാട്ടിൽ സമ്മർ ടൈമിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ റെസിപ്പീസൊക്കെ വരുന്ന വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തേക്കാം. പിന്നെ നമ്മുടെ പുതിയ കബോർഡിനകത്ത് എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കിച്ചണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫില്ലായിട്ടിരിക്കണം. സാധനങ്ങൾ അങ്ങനെ ബോട്ടിൽസ് ഒന്നും ഇങ്ങനെ കാലിയായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സാധനം ഉണ്ടോ ഇല്ലയോ എന്താണെങ്കിലും എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ തന്നെ പോയിട്ട് സാധനങ്ങൾ ആവശ്യമുള്ളത് എടുത്ത് വെച്ചേക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, കടയിലൊന്നും പോകാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഈസി ആയിരിക്കും അല്ലേ. ഇപ്പോൾ തന്നെ കൊറോണയും അതുപോലെ ഫ്ലഡൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ മന്ത്ലി സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് ഉഴുന്നും ടിഫിൻ റൈസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഇത് മേടിച്ചിട്ട് തീർന്നു പോയി. കഴിഞ്ഞ മാസം ഞാൻ എടുക്കാനായിട്ട് മറന്നു പോയതായിരുന്നു. അപ്പോൾ പച്ചരി ഇടുന്ന പാത്രത്തിൽ, ആ ടിഫിൻ റൈസ് ഇടുന്ന പാത്രത്തിൽ ഞാൻ 2 ബിരിയാണി ഇല കൂടി ഇട്ടിട്ടുണ്ട്. പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ ബ്രാൻഡിലുള്ള ഒരു കിച്ചൺ ടവലാണ്. നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വൈബ്സൊക്കെ നല്ലതാണ്, നല്ല ബ്രാൻഡാണിത്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു.
109 റുപ്പീസ് എന്തായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നൈറ്റ് ചോറുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ആമിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാഗി ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അധികം മാഗി അങ്ങനെ മേടിക്കാറില്ല, വല്ലപ്പോഴുമാണ് മേടിക്കുന്നത്. പിന്നെ മാളിൽ പോകുമ്പോൾ മാത്രം അവളിങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ മാത്രം മേടിച്ച് കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തുണികളൊക്കെ വിരിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മേലെ കൊണ്ടുപോയി വിരിക്കണം. അപ്പോൾ നൈറ്റിലുള്ള നമ്മുടെ ബ്രിഡ്ജിലെ വ്യൂ ഇതാണ് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.